ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. ബബിതമോള് വന്ന് വാതിലും തുറന്നു നോക്കുമ്പോൾ അലീന ഇത് കണ്ടപ്പോഴത്തേനും ബബിതയുടെ ഉള്ള ജീവൻ അങ്ങ് കത്തിപ്പോയി. ബബിതയുടെ നിപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് എന്തോ സംശയം. അപ്പം നീ എന്തെടുക്കുമായിരുന്നു? നീ എന്ത് ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മുടിയൊക്കെ പടർന്നതായിട്ട് കിടക്കുക. അതെ, അച്ഛനിവിടെ ഇല്ല എന്ന് ബബിത അലീനോട് പറയാം. അച്ഛനിവിടെ ഇല്ല എന്ന് എനിക്കറിയാം, അച്ഛനെ പോയി കണ്ടിട്ട് വന്നാൽ മതി എന്ന് ബബിത അലീനോട് പറയാം. അപ്പം അലീന ഇങ്ങനെ നോക്കൂ കേട്ടോ ചിരിയോടെ. നീ എന്താ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണോ? അച്ഛനെ പോയി കണ്ടിട്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയാൻ? അല്ല, അമ്മ പറഞ്ഞായിരുന്നേ ഇനി തിരിച്ചു വന്നാൽ വീട്ടിൽ കയറ്റണ്ടാന്ന്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞോ എന്ന് അലീന ചോദിച്ചു. ഒരിക്കലും അമ്മ അങ്ങനെ പറയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞേ, നീ പോയി അച്ഛനെ കണ്ടിട്ട് വന്നാൽ മതിയെന്ന് ബബിത പറയുക. അപ്പോൾ അച്ഛനെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ താക്കോല് വാങ്ങാൻ വേണ്ടി അച്ഛനെ വിളിച്ചതെന്ന് പറയുമ്പോൾ നീ ഈ പറഞ്ഞത് മുഴുവനും നുണയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞു. ബബിത അലീന ഫോൺ എടുത്തപ്പോഴത്തേക്കും ബബിത അച്ഛനെ വിളിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ശരി, നിന്റെ ഇഷ്ടം പോലെ നീ എന്നേലും കാണിക്കുക. അപ്പോൾ അലീന അകത്തേക്ക് കയറാൻ നോക്കി. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് നീ അകത്തോട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. എന്നാൽ നീ വിളിക്കാൻ പറഞ്ഞു. എപ്പോൾ വിളിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടതെന്ന് ബബിത. അപ്പോൾ അതേ ബബിത, ഇവിടെ എന്താ കള്ളത്തരം എന്ന് അലീന ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കള്ളത്തരവും ഇല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന ഇവിടെ തട്ടി മാറ്റി അകത്തേക്ക് കയറിയിട്ട് അവിടെ എല്ലാം നോക്കുക കേട്ടോ. എന്നാ സംഭവം എന്ന് അലീന ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്നു. മറ്റുള്ളതാണ് പേടിച്ച് പറിച്ച് കൈയും കാലും മറിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ എന്താ നോക്കുന്നേ എന്ന് ബബിത ചോദിച്ചു. വീട്ടിൽ കള്ളൻ കയറിയതുപോലത്തെ ഒരു ലക്ഷണം. അപ്പോൾ ഈ വീട്ടിലോ? ഇവിടെ ഒരു കള്ളനും കയറിയിട്ടില്ല എന്ന് ബബിത പറയാം. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഫുൾ ടൈമോ. ചില കള്ളന്മാരെ മായാവിയെ പോലെയാണെന്നും കീ ഹോളിൽ കൂടി കയറി വരുമെന്ന് അലീന പറയുവാണ്. എന്നിട്ട് അലീന വീട് മുഴുവൻ അരിച്ച് പെറുക്കുക കേട്ടോ. ഇവളാണ് പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. നീ എന്നീ തപ്പുന്നതെന്ന് ചോദിച്ചു പിന്നാലെ നടക്കുക. എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരു കള്ളൻ ഈ വീട്ടിലുണ്ട്, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. എനിക്ക് മണം കിട്ടിയെന്ന് അലീന ബബിതയോട് പറയാം. കയ്യും കാലും വിറച്ചിങ്ങനെ നിൽക്കുകയാണ് ബബിത മോള്. അലീന എന്നിട്ട് ഇതിലെല്ലാം മുറികൾ മുഴുവൻ അന്വേഷിച്ചു. എല്ലാ മുറിയും കയറി ഇറങ്ങി നോക്കി, ഇവിടെ ഒന്നുമില്ല. എന്നിട്ട് ഇനി മുകളിലോട്ട് പോവുക. അലീന അങ്ങനെ മുകളിലോട്ട് കയറുമ്പം കയ്യിലൊരു കത്തിയുണ്ട്. ഇതൊക്കെ എന്നാത്തിനാ എന്ന് ബബിത അലീനയോട് ചോദിക്കും കേട്ടോ. അപ്പോൾ കള്ളൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ ഇത് കാണിച്ച് പേടിപ്പിക്കാമല്ലോ എന്ന് അലീന പറയും. അപ്പം നിനക്കെന്നാ വട്ടാണോ എന്ന് ബബിത അലീനയോട് ചോദിക്കുക. അപ്പം അല്ല, എനിക്ക് തോന്നുന്നു അവൻ മുകളിലുണ്ടെന്നാ. അപ്പം അവിടെ ഒന്നും ആരുമില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നേ എന്ന് ബബിത പറയുമ്പം എന്നാലും സംശയം തീർത്തേക്കാവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് കയറാൻ നോക്കുന്ന അലീനെ കയറാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് തലവേദനയായിട്ടേ ഞാൻ ഇന്ന് കോളേജിൽ പോകാൻ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് നീ ഒന്ന് ബെല്ലടിച്ചേ. ഇപ്പം പിന്നെയും തല വെട്ടിപ്പൊളക്കുന്നത് പോലത്തെ വേദനയാണെന്നൊക്കെ ബബിത പറഞ്ഞു. അതിൻ്റെ ടാബ്ലറ്റ് എൻ്റെ കയ്യിലുണ്ട്, തലവേദന മാത്രമല്ല ഏത് വേദനയും അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ് തന്നെ വേണം, മരുന്ന് മാറി കഴിച്ചാൽ അലർജിയാണെന്ന് ബബിത. ഇങ്ങനെ പൈസ എടുത്തിട്ട് വരാം, നീ വാങ്ങിച്ചിട്ട് ആകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അങ്ങോട്ട് പോകണം പൈസ എടുക്കാൻ. അലീന ആ നേരത്തിന് മുകളിലോട്ട് കയറി പോകാൻ നോക്കുമ്പം നീ എന്താ പോകുന്നേ, ഇത് മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് പൈസ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പം അലീന ഇറങ്ങി വന്നു. ഈ പൈസ കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മരുന്നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പേരും പറഞ്ഞു. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് അലീന പറഞ്ഞു. നീ എന്താ ഫാർമസിസ്റ്റാണോ? എല്ലാ പേരും അറിയാമോ നിനക്ക്? കുറിച്ച് തന്നാൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ മറന്നു പോകുമെന്ന് പറഞ്ഞു അലീന. അപ്പോൾ കുറിച്ചുകൊണ്ട് വരാവേ എന്ന് പറഞ്ഞു ബബിത കുറിച്ച് എടുത്തുകൊണ്ട് വരാനായിട്ട് പോയി. ഈ സമയത്ത് നമ്മുടെ അലീന സ്റ്റെയറിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു നിഴൽ അങ്ങ് മാറുന്നത് പോലെ കണ്ടു. അപ്പോഴത്തേക്കും ബബിത പറന്നു വന്നു. അലീന, നീ എവിടെ പോവാ എന്നും ചോദിച്ചു. അപ്പം മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന പതുക്കെ പമ്മി മുകളിലോട്ട് ചെല്ലുക. അപ്പോൾ നീ മുകളിലോട്ട് പോകണ്ട, നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒച്ച വയ്ക്കുമ്പോൾ നീ അവിടെ നിന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം. ഇന്ന് അവനെ പിടിച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യമൊന്നും പറഞ്ഞ് അലീന മുകളിലോട്ട് പോവാം. പവിതയുടെ കയ്യും കാലും മറയ്ക്കാൻ തുടങ്ങി. പവിതയ്ക്ക് പേടിയായിട്ടും പാടില്ല. അയ്യോ ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്ന് ഓർത്ത് പവിത ഇങ്ങനെ നിൽക്കുക. അന്നേരത്തേക്കും അവൻ മുറിക്കകത്ത് കതകിൻ്റെ മറവിൽ കയറി ഒളിച്ചിരിക്കും കേട്ടോ. അലീന എന്നിട്ട് ഇതിലെല്ലാം നോക്കി, ഇവനെ കണ്ടില്ല. ഓരോ മുറി കൂടെ കയറി ഇങ്ങനെ നോക്കി. മുറികളിലൊന്നും ഇവനില്ല. കട്ടിലിൻ്റെ അടികളിൽ, ബാത്റൂമിൽ, എല്ലായിടത്തും നോക്കി അവിടെ ഒന്നുമില്ല. ഇവൻ കതകിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുക. ഒന്നും അല്ലാത്തതുപോലെ അലീന പതുക്കെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഇവൻ കതകിൻ്റെ മറവിൽ നിന്ന് ബാത്റൂമിലേക്ക് കയറി ഒളിക്കാനുള്ള ഒരു തത്രപ്പാടിൽ അവിടെ ഇത് സാധനങ്ങളെല്ലാം കൂടെ തട്ടി മറിച്ച് വച്ച് കേൾപ്പിച്ചു. അപ്പോഴത്തേക്ക് അലീന ഓടി ചെന്നിട്ട് ആരാടാ നീ എന്ന് ചോദിച്ചങ്ങ് ചെന്നു കേട്ടോ. ഇവനാണ് പേടിച്ച് വരച്ച് നിൽക്കാം. ഇയാൾക്ക് മറുപടി ഒന്നുമില്ല. ആരാന്നാ ചോദിച്ചതെന്ന് അലീന. അപ്പം ഞാൻ അമൽ, എൻ്റെ പേര് അമലെന്നാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ഇവനെ മനസ്സിലായി. പണ്ട് ഇവൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ബബിതയുടെ കൂടെ കയ്യേലും പിടിച്ച് കാലേലും പിടിച്ച് അവിടെ ഇരുന്ന് ഇവൻ കണ്ടിട്ടുണ്ട്. ഞാനേ ബബിതയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. നീ ബബിതയെ കാണാൻ വന്നതാണ്, ഇങ്ങോട്ട് ഇറങ്ങുക, അവിടെ കിടന്ന് ചുറ്റി കളിക്കണ്ടെന്ന് അലീന ഇവനോട് പറയുക. ഇവനാണെങ്കിൽ ഭയങ്കര ഇതായി. അപ്പം നീ അവിടെ നിന്ന് അങ്ങ് ഉരുകൂടാ, ഇറങ്ങടാ എന്ന് അലീന ഇവനോട് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇങ്ങനെ പഠിച്ച് ഇറങ്ങി വരുക കേട്ടോ. ബബിതയാണെങ്കിൽ പേടിച്ച് വറുത്ത് നെഞ്ചത്ത് കയ്യും വെച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇവനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. അപ്പോൾ അലീന ചോദിച്ചു നിൻ്റെ പേരെന്നാടാ പറഞ്ഞേ? അപ്പോൾ അമൽ എന്നാ പറഞ്ഞേ.
നീ മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ താക്കീത് ചെയ്ത് വിട്ടതല്ലേ നിന്നെന്ന് അലീന ഇവനോട് ചോദിക്കാം. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞിക്കുക, ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്. ഇങ്ങനെയാണോടാ ഡീസൻ്റ് ആയിട്ടുള്ള ആൺപിള്ളേര്? കള്ള കാമുകൻ്റെ വേഷം കെട്ടി ഇറങ്ങിയേക്ക പെൺപിള്ളേരെ പറ്റിക്കാനെന്ന് പറഞ്ഞപ്പം നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ? നീ ഇവിടുത്തെ സർവൻ്റ് അല്ലേ എന്ന് ചോദിച്ചു അമൽ. അതെ, അതിന് നിനക്കെന്താടാന്ന് അലീന തിരിച്ചും ചോദിച്ചു. വേലക്കാരിയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചോണ്ട് നീ പോകത്തുള്ളൂടാ, ഇറങ്ങടാ വെളിയിലെന്ന് അലീന ഇവനോട് പറയുക. എന്നിട്ട് അലീന താഴേക്ക് നോക്കി. അപ്പോഴത്തേക്കും ബബിത ഓടിക്കയറി മുകളിലോട്ട് വരുക കേട്ടോ. കാമുകൻ ഇനി അലീന വല്ലതും ചെയ്താലോ ആ പേടിയിൽ ഓടിക്കതച്ച് കയറി വന്നിട്ട് ഇവിടെ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഓരോ പ്രശ്നവും ഇല്ല, നീ പറഞ്ഞല്ലോ ഇവിടെ കള്ളനും ഇല്ല കാമുകനും ഇല്ല എന്ന്, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണ്ട എന്ന് അലീന ഇവളോട് പറഞ്ഞു. അമ്മല് ഞാൻ വിളിച്ചിട്ട് വന്നത് എൻ്റെ ഗസ്റ്റ് ആണെന്ന് പറയുമ്പോൾ മുമ്പേ നീ പറഞ്ഞു ഇവിടെ ആരുമില്ല, നിനക്കൊന്നും അറിയാൻ മേലാന്ന്. കള്ളന്മാരിവിടെ ആരും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇത് പിന്നെ ആരാടി? ഇവൻ്റെ അവിടെ പതുങ്ങി നിൽക്കുമായിരുന്നല്ലോ എന്ന് അലീന ചോദിക്കാം. ഇങ്ങനെയാണോ അടി വീട്ടിൽ വരുന്ന അതിഥികൾ? എൻ്റെ വീട്ടിലങ്ങനെ പലരും വരും, ചിലപ്പോൾ ഒളിച്ച് നിൽക്കും, ചിലപ്പോൾ ഓടി നടക്കും, നിനക്കെന്താ കാര്യം ചോദിക്കാനെന്ന് ബബിത ചോദിക്കുമ്പം എൻ്റെയും കൂടെ വീടായത് എൻ്റെ അച്ഛൻ്റെ വീടാണെന്ന് അലീന അവകാശം പറയാം. കണ്ട ആഭാസമാർക്കും വഷളന്മാർക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ഇതെന്ന് അലീന പറയണം. നീ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം നീ വല്ല രക്ഷയ്ക്കൊന്നും ആവണ്ട, നിനക്ക് ഇനി ഇവളെ രക്ഷിക്കാൻ പറ്റത്തൊന്നുമില്ല എന്ന് അമല് പറയൂ കേട്ടോ. അപ്പോൾ അമല് പോവണ്ട, ഇവിടെ തന്നെ നിൽക്കാൻ ബബിത, ഇവൾ എന്ത് ചെയ്യുമെന്നൊന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നിനക്ക് കാണണമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന താഴേക്ക് ഇറങ്ങി പോവുക. അപ്പോഴത്തേക്കും ബബിത അയ്യോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി അവൾ താഴെ ചെന്ന് അച്ഛനെ എങ്ങനെ വിളിക്കാൻ പോയതായിരിക്കുമോ എന്ന് ഓർത്ത് ഫോൺ എടുത്ത് വേഗം തന്നെ വിളിക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ അച്ഛനെ വിളിക്കാൻ പോവുക, എന്താ വേണ്ടത്? ഇവൻ ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ അച്ഛനെ വിളിക്കണമെന്ന് ചോദിച്ചു. അമ്മ നീ ബൈക്ക് എടുക്കും, ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബബിത. അപ്പോൾ ഓക്കേടാ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നീ അച്ഛനെ വിളിച്ചോ, ഞാൻ അവൻ്റെ കൂടെ പോവുക, അച്ഛൻ വരുമ്പോൾ നീ പറഞ്ഞു കൊടുക്കുക അച്ഛനെ എൻ്റെ പുറകെ വരട്ടെ എന്നും പറഞ്ഞ് ബബിത ഇറങ്ങാൻ നോക്കുമ്പോൾ നീ ഇപ്പോൾ അവൻ്റെ കൂടെ പോകണ്ടെന്നും പറഞ്ഞ് ഇവളുടെ കയ്യിൽ പിടിച്ചു. അച്ഛൻ കൂടി ഇവിടെ എത്തുമ്പോൾ നീ അച്ഛൻ കൂടി ഇവിടുന്ന് ഇല്ലാത്ത സമയത്ത് നീ അവനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നോ? ഇപ്പോൾ പോകും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നിന്റെ സമ്മതം ആർക്ക് വേണടി എന്ന് ചോദിച്ചു ബബിത. എൻ്റെ സമ്മതം ഇല്ലാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ വാതിലടച്ചങ്ങ് കുറ്റിയിട്ടു. മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അലീനെ ഇവിടെ പിടിച്ച് തള്ളു. അപ്പം മാറാനും ഉദ്ദേശിക്കുന്നില്ല, നിന്നെ ഇവിടെ നിന്ന് വിടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. മറ്റവൻ പോയി ബൈക്കും എടുത്ത് ഇങ്ങനെ നിൽക്കുക. ബബിത പറയുന്നത് കേൾക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഇവിടെ കിടന്ന് ഭയങ്കര ഇതാക്കിക്കൊണ്ടിരിക്കുക ഈ ബബിത. അപ്പം പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞുകൊണ്ട് അലീന. അപ്പോഴത്തേക്കും ബബി എന്നും പറഞ്ഞ് പുറത്തുനിന്ന് വിളിക്കുന്നു, നമുക്ക് പോകാം നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിതയെ അലീന ഒരു തരത്തിൽ മാറ്റി നിർത്തുക. ഇവൻ വിളിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ തുള്ളുവാണ് ബബിത. പക്ഷേ അലീന തന്നെ ലാസ്റ്റ് ചോദിച്ചു അവളെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളി വെച്ചിട്ട് കുറ്റിച്ചൂലെടുത്ത് ഇവൻ്റെ നേരെ ചെന്നില്ലേ പോടാന്നും പറഞ്ഞു. കുറ്റിച്ചൂലെടുത്ത് ഇവനെ ഓടിച്ചു നമ്മുടെ അലീന അവിടെ നിന്ന്. അത് കഴിഞ്ഞ് അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ ബബിത അലീനെ കൊല്ലാനുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അലീന അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴും അലീനയോടുള്ള കലിപ്പ് മൂത്ത് ഇവളിങ്ങനെ നിൽക്കുക. നീ ആരോടാടി വാശി കാണിക്കുന്നേ? നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ത് കോപ്രായം കാണിച്ചാലും എനിക്കെന്താടി നഷ്ടം? ഒന്നും വരാനില്ല. അപ്പോൾ കോപ്രായം കാണിച്ചെന്നോ നീ എന്താടി ഉദ്ദേശിച്ചത് എന്ന് ബബിത ചോദിക്കുമ്പം നിനക്കറിയാം, അറിയാനായിട്ടല്ല എന്നാലും ഞാൻ പറയാം, നീ അവൻ്റെ കൂടെ ഇതുവരെ ചെയ്തതെല്ലാം ഇനി ചെയ്യാനിരിക്കുന്നതെല്ലാം വെറും കോപ്രായങ്ങൾ മാത്രമാണെന്ന് അലീന പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താ അവകാശം എന്ന് ചോദിക്കുമ്പം നീ എൻ്റെ അനിയത്തി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു അലീന. അനിയത്തിയല്ല കുനിയത്തി എന്നും പറഞ്ഞു ബബിത നിൽക്കുമ്പം അതെന്താണെങ്കിലും നീ തന്നെയാണല്ലോ അല്ലേ? നിങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് അലീന പറയുമ്പം എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ബബിത. നിന്നെ നിയന്ത്രിക്കാൻ നിനക്ക് അറിയത്തില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാ നീ ഇന്ന് കോളേജിൽ പോകാതെ കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റി മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ചതും ഞാൻ വന്നപ്പോൾ ഒളിച്ചിരുത്തിയതുമെന്ന് അലീന ബബിതയോട് പറയണം. ഞാൻ ആരെയും ഒളിപ്പിച്ചിരുത്തിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അവൻ എക്യുപ്മെൻറ്റ്സ് കാണാൻ മുകളിലോട്ട് പോയതാണെന്നും എക്സസൈസ് ചെയ്യാനുള്ളതിൻ്റെ എന്ന് ബബിത പറയുമ്പോൾ നീ പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞത് ഇവിടെ ആരും ഇല്ല എന്ന്? അപ്പോൾ കള്ളന്മാരിവിടെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ബബിത പറയുമ്പോൾ നീ ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ അച്ഛനോട് പറഞ്ഞത് അമ്മയെ കാണാനായിട്ട്? ആ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. മുമ്പൊരിക്കലും നീ ആ തേനീച്ച തലേനെ വിളിച്ചു വരുത്തി, അന്ന് തന്നെ നിനക്ക് ഞാൻ വാണിങ്ങി തന്നതാ. ഞാനിവിടെ ഉള്ളപ്പോൾ പറ്റത്തില്ല എന്ന്. എൻ്റെ വീടാ ഇത്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനിവിടെ ചെയ്യും എന്ന് ബബിത പറയുമ്പം എന്നാൽ ഞാനിപ്പോൾ അച്ഛനെ വിളിച്ച് പറയട്ടെ, ഞാൻ വന്ന് കണ്ടതല്ല. അപ്പോഴത്തേക്കും കൈയും കാലം നിറയ്ക്കാൻ തുടങ്ങി, ഒന്നും മിണ്ടാനും ഇല്ല. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ബബിത ഇങ്ങനെ വരിക. അച്ഛനോട് പറയണ്ട, ഞാനിനി ചെയ്യില്ല. അപ്പം എന്നാൽ ഞാൻ അമ്മയെ വിളിച്ചു പറയാം, ഞാൻ പറയുന്നതാണോ തെറ്റ്, അത് നീ ചെയ്തതാണോ തെറ്റെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പം ഞാനും അമലും ഇഷ്ടത്തിലാണെന്ന് ബബിത അലീനയോട് പറയുക. സ്നേഹിക്കാൻ കണ്ട സാധനം, അവനൊരു ജോലിയുണ്ടോടി? അവൻ്റെ വീട്ടുകാരെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് അലീന ഇവളോട് ചോദിച്ചു. അവനൊരു നല്ല വീടുണ്ടോ എന്ന് ചോദിച്ചു. ബബിത ഒന്നും മിണ്ടുന്നില്ല. നീ ആരാ? നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ്റെ മകളാ.
പഠിച്ചേതോ ഒരു വലിയ നിലയിൽ എത്തേണ്ടവള് പരുന്ത് കോഴിക്കുഞ്ഞ് റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ ഓരോ അലവലാദികളും വന്ന് നല്ല പെൺകുട്ടികളെ കുരുക്കിലാക്കിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പം അവൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്ന് ബബിത പറയുമ്പോൾ അവൻ്റെ വാക്ക് അതിനെന്തെങ്കിലും ഈടുണ്ടോടി? അവൻ ഇതുപോലെ പലർക്കും വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് അലീന ബബിതയോട് പറയുന്നു. ഇതൊന്നും ബബിതയ്ക്ക് ഇത് കേട്ട മട്ടയില്ല. ഇങ്ങനെ ഓരോരുത്തന്മാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പല പെൺകുട്ടികളും ഒടുക്കൽ റെയിൽ പാളത്തിലും കയറിൻ്റെ തുമ്പത്തും കയത്തിലും ഒക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന വാർത്ത പത്രത്തിൽ വരാറുണ്ടെന്ന് അലീന ഇവൾക്ക് മാന്യമായി പറഞ്ഞു കൊടുക്കുക. ഇനി നീ പിന്നെ ന്യൂസ് പേപ്പർ വായിക്കാറില്ലല്ലോ അല്ലേ? അതൊന്നും ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രേമിക്കും, അതത്ര വലിയ തെറ്റൊന്നുമല്ല, ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് ഇവള് പറയുമ്പോൾ അത് പ്രേമം, അതിനൊരു ഭംഗിയുണ്ട്, ഇത് കാമം എന്ന് അലീന ഇവളോട് പറയുക. അതുകൊണ്ടാ വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്തെ വിളിച്ചു വരുത്തി വാതിൽ പൊട്ടി ബെഡ്റൂമിൽ കയറ്റി കൊത കടയ്ക്കുന്നതെന്ന് അലീന ബബിതയോട് പറയൂ കേട്ടോ. ഇതിൻ്റെ അങ്ങേറ്റത്തെ കല്യാണം അല്ല, കയറും കായലും വിഷക്കുപ്പിയൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് അലീന ചോദിച്ചു ഇവളോട്. ഒന്നും കേട്ട മാട്ടുമാതിരി ഇല്ല കേട്ടോ. മിണ്ടാതെ അകത്തേക്ക് കയറി അങ്ങ് പോയി കലിപ്പോടെ. അലീനയാണെങ്കിൽ നേരെ റൂമിലേക്ക് പോയി അവിടെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുക. ആരോടെങ്കിലും ഒന്ന് പറയണം എന്നൊരിതുണ്ട്. അതിനുശേഷം അലീന റൂമിൽ വന്ന് തൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് നോക്കി മുഴുവൻ കുത്തി കീറി മുഴുവൻ നാശകോശമാക്കി വെച്ചിരിക്കാം. അവൾ മുഴുവൻ കുത്തി കീറി അന്ന് വെച്ചിരുന്നത്. അതിന് ഉടുത്തു മാറാൻ ഡ്രസ്സ് പോലുമില്ല. ആ വന്ന ഡ്രസ്സാലിൽ നിന്ന് തുണി മാറിക്കും വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമോള് സ്കൂളിൽ നിന്ന് വന്നു. അലീനെ കണ്ടപ്പോഴത്തേക്ക് ഉത്സാഹം കൂടി ഓടി വീടിനകത്തേക്ക് കയറി വരും കേട്ടോ. കൃഷ്ണമോള് ഓടി വന്ന് അലീനെ ഇങ്ങനെ നോക്കി നിൽക്കാം. നീ എത്തിയോന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇതന്നെ ഇപ്പം മുറ്റം നോക്കുന്നേ? അവനവൻ്റെ മുറ്റം തൂത്ത് വൃത്തിയാക്കാൻ സമയം വരെ അത് നോക്കണമെന്ന് അലീന ചോദിച്ചു. കുറേ ചപ്പ് ചവറ് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതെല്ലാം ഒന്ന് വാരിക്കളഞ്ഞ് വൃത്തിയാക്കണമെന്ന്. അത് തെറ്റായിപ്പോയോ? അയ്യോ ഒരു തെറ്റുമില്ല, നല്ല കാര്യമല്ലേ ചെയ്തേ. ആര് ചെയ്യും ഇങ്ങനെയൊക്കെ? എല്ലായിടും വെടിപ്പായിട്ട് കിടക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യും. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ മടിയാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു. അപ്പോൾ എല്ലാവരും മടി പിടിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആരുണ്ട് ചേച്ചി? അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പുറത്ത് പോയേക്കാണെന്ന് പറഞ്ഞു. ബബിതയുണ്ടെന്ന് പറഞ്ഞു. ബബിത ചേച്ചി ഇന്ന് കോളേജിൽ പോയി കാണത്തില്ല എന്ന് കൃഷ്ണ പറയുമ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അലീന പറയുക. പിന്നെ എടി മോളെ, എൻ്റെ ഡ്രസ്സെല്ലാം ബാഗിൽ നിന്ന് എടുത്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ചേച്ചിയുടെ ഡ്രസ്സ് കട്ട് ചെയ്ത് കളഞ്ഞെന്നോ? അതെ, കുറേ ചുരിദാർ കത്രിക കൊണ്ട് തലങ്ങും വിലങ്ങും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ ആ ഡ്രസ്സ് എന്നാ പഴച്ചു എന്ന് കൃഷ്ണമോള് ചോദിക്കാം. അപ്പം ചേച്ചി അത് അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ റൂമിലേക്ക് ചെന്ന് ബാഗ് എടുത്ത് നോക്കുമ്പോൾ എല്ലാം കീറി വെച്ചിരിക്കുക. ഇത് കണ്ടപ്പോൾ കൃഷ്ണയ്ക്ക് സഹിച്ചില്ല കേട്ടോ. ആകെ കൃഷ്ണയ്ക്ക് സങ്കടമായി. മുഴുവനും കുത്തിക്കീറി വെച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് കൃഷ്ണയും ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇത് അച്ഛൻ വരുമ്പോൾ പറയും, അടുത്ത പണി ചെയ്തവക്കെട്ടുള്ളത് പുറകേ പാഴ്സലായിട്ട് വരും. അത് മേടിക്കാൻ അവൾ കാത്തു നിന്നാൽ മാത്രം മതി. നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു അന്നത്തേത്. ഒരു ചേച്ചി എന്താണെന്നും ഒരു അനിയത്തി എങ്ങനെ സംരക്ഷിക്കണമെന്നും നമ്മുടെ അലീന ഇന്ന് കാണിച്ചു കൊടുത്ത ദിവസം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുക കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.